നമസ്കാരം. വീക്ക്ലി മ്യൂസിങ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ഫെബിൻ. മാർച്ച് 8 ലോകമാകെ ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആയി ആഘോഷിക്കുന്ന ദിവസമാണല്ലോ. ഈ പ്രത്യേക ദിവസത്തെക്കുറിച്ച് നിങ്ങളോട് എന്ത് പങ്കുവയ്ക്കണമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നതൊരു പേരാണ്, ഒരു സ്ത്രീയുടെ പേര്. ഒരുപക്ഷെ ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള വായിച്ചറിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ അല്ല, മനുഷ്യരിൽ ഇച്ഛാശക്തി കൊണ്ട് എന്നെ അമ്പരിപ്പിച്ചൊരു വ്യക്തി. വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജനിച്ച് ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം സ്വന്തം ജീവിതം മാറ്റി എഴുതിയ ഒരാൾ. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അങ്ങനെ ഒരാളുടെ കഥയാണ്. നിങ്ങളെപ്പോഴെങ്കിലും കുറച്ച് ലോ ആയിട്ട് തോന്നിയാൽ, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആണെന്ന് തോന്നിയാൽ, ലൈഫ് അൺഫെയർ ആണെന്നോ ടഫാണ് എന്നൊക്കെ തോന്നിയാൽ, നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു തോന്നിയാൽ, നിങ്ങൾ തീർച്ചയായും ഞാൻ ഈ പറയാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ഓർക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കോൺഫിഡൻസും എനർജിയും ഒക്കെ തിരികെ ലഭിക്കും. അത്ര ഉദ്വേഗജനകവും സംഭവബഹുലവുമാണ് ഈ കഥ, അരുണിമ സിൻഹയുടെ കഥ. നിങ്ങളിൽ എത്ര പേര് അരുണിമ സിൻഹ എന്ന പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഈ പേര് പരിചിതമായിരിക്കും. ഇന്ത്യ പത്മശ്രീ നൽകി ആദരിച്ചൊരു വ്യക്തിയാണ് അരുണിമ. എങ്കിലും അവരുടെ ജീവിതകഥ അതിൻ്റെ ആഴത്തിൽ അത്ര അധികം ആളുകൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് ഈ എപ്പിസോഡിൽ ചെയ്യാം എന്ന് വിചാരിച്ചത്. ഉത്തർപ്രദേശിൽ ലക്നൌവിനടുത്തുള്ളൊരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ 1989 അരുണിമ ജനിച്ചത്. അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു, അമ്മ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥി, ഒരു സഹോദരനും സഹോദരിയും അടങ്ങുന്ന കുടുംബം. ഫുട്ബോളും വോളിബോളും ഇഷ്ടപ്പെട്ട ഒരു ബാല്യവും കൗമാരവുമായിരുന്നു അരുണിമയുടേത്. സ്പോർട്സിനോടുള്ള തീവ്രമായ ഇഷ്ടം അരുണിമയെ ഒരു വോളിബോൾ താരമായിട്ട് വളർത്തി. ഇന്ത്യയുടെ നാഷണൽ ടീം വരെ. ഒരു 22 വയസ്സിനുള്ളിലാണ് കേട്ടോ. ആ സമയമായപ്പോഴേക്കും അരുണിമയുടെ അച്ഛൻ മരണപ്പെട്ടിരുന്നു. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. സഹോദരൻ BSFൽ ജോലി ചെയ്യുന്നു. സ്പോർട്സിൽ ഉയരങ്ങൾ കീഴടക്കുമ്പോഴും പട്ടാളക്കാരനായ പിതാവിൻ്റെ പാത പിന്തുടരണമെന്ന ആഗ്രഹം അരുണിമയ്ക്കുണ്ടായിരുന്നു. പാരാമിലിറ്ററി ഫോഴ്സിൽ ജോയിൻ ചെയ്യണം. അങ്ങനെ CISFൽ നിന്ന് അരുണിമയ്ക്ക് ഒരു കോൾ ലെറ്റർ വന്നു. ഡൽഹിയിൽ വെച്ച് നടത്തുന്ന ഒരു പരീക്ഷയിൽ പങ്കെടുക്കണം. ലക്നൌവിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു രാത്രിയുടെ യാത്രയേ ഉള്ളൂ. നമ്മൾ കേരളത്തിൽ നിന്ന് ചെന്നൈക്കോ ബാംഗ്ലൂരിനൊക്കെ പോകുന്ന പോലെയുള്ളൊരു യാത്ര. 2011 ഏപ്രിൽ 12 ലക്നൌവിൽ നിന്ന് ഒരു ജനറൽ ടിക്കറ്റ് എടുത്ത് രാത്രി ഏകദേശം ഒരു 10-10:30 പത്മാവതി എക്സ്പ്രസ്സിൽ അരുണിമ യാത്ര തുടങ്ങി. തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു യാത്ര. യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 12 മണിയോടടുത്ത് കുറച്ച് ഗുണ്ടകൾ, കുറച്ച് മോഷ്ടാക്കൾ അരുണിമ ഇരിക്കുന്ന ബോഗിയിൽ കയറി. ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. മോഷ്ടാക്കൾ ഒരു 4-5 പേരേ ഉള്ളൂ. പക്ഷേ അവർ ആളുകളെ ഭീഷണിപ്പെടുത്തി കവർച്ച ചെയ്യാൻ തുടങ്ങി. ആളുകൾ പേടിച്ചിട്ട് കയ്യിലുള്ളതെല്ലാം അവർക്ക് കൊടുക്കുകയും ചെയ്തു. അവരിലൊരാൾ അരുണിമയുടെ മാലയും ബാഗും തട്ടിപ്പറിക്കാൻ നോക്കി. അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് അരുണിമ പ്രതിഷേധിച്ചു. ഒരു സ്പോർട്സ് താരമായതുകൊണ്ട് അരുണിമ ശാരീരികമായിട്ട് നല്ല ഫിറ്റായിരുന്നു. ദേഷ്യം വന്ന മോഷ്ടാക്കൾ എല്ലാവരും കൂടിയിട്ട് മാല പിടിച്ചു പറിച്ച ശേഷം അരുണിമയെ ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. അതേ വർഷം 1-2 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ നാട്ടിൽ സൗമ്യയെ ഗോവിന്ദചാമി ഇതേപോലെ ആക്രമിച്ചത്. അരുണിമയുടെ ദൗർഭാഗ്യത്തിന് അതേ സമയത്ത് എതിർവശത്തെ ട്രാക്കിലൂടെ വേറൊരു ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. അരുണിമ നേരെ ചെന്നിടിച്ചത് ആ ട്രെയിനിലാണ്. അതിലിടിച്ച ശേഷം നേരെ താഴെ വീണു. ഈ ട്രെയിനുകൾ രണ്ടും കടന്നു പോയി കഴിഞ്ഞ് അരുണിമ കൈകൾ ഊത്തി പതുക്കെ എഴുന്നേക്കാൻ നോക്കി. കഴിഞ്ഞില്ല. നോക്കിയപ്പോൾ അരുണിമയ്ക്കൊരു കാര്യം മനസ്സിലായി. ഒരു കാല് മുറിഞ്ഞു പോയിട്ടുണ്ട്. അതെ, ട്രെയിൻ അരുണിമയുടെ കാലിലൂടെയാണ് കടന്നുപോയത്. ഇടത് കാലിലൂടെ. വലത് കാല് പലതായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. നട്ടെല്ലിനും ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. റെയിൽവേ ട്രാക്ക് വിജനമാണ്. രാത്രി ആയതുകൊണ്ട് രക്ഷപ്പെടുത്താൻ ആരും എത്തില്ല. എങ്കിലും അരുണിമ ഉച്ചത്തിൽ സഹായത്തിനായിട്ട് കരഞ്ഞു. അലറി വിളിച്ചു. ആരും കേട്ടില്ല.
അതുവഴി വീണ്ടും തീവണ്ടികൾ കടന്നുപോയി. കടുത്ത വേദനയിലും അരുണിമ കടന്നു പോകുന്ന ഓരോ തീവണ്ടികളും എണ്ണി. അന്ന് ആ രാത്രി 49 തീവണ്ടികൾ അതുവഴി കടന്നുപോയി. ഓരോ തീവണ്ടി കടന്നു പോകുമ്പോഴും തീവണ്ടിപ്പാളത്തിൻ്റെ താഴെ നിന്ന് എലികൾ പുറത്തു വരും. അവർ അരുണിമയുടെ കാലിലെ മുറിവുകൾ ഇങ്ങനെ കാർന്നു തിന്നു. ഒന്നും ചെയ്യാൻ സാധിക്കാതെ അരുണിമ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ സഹായത്തിനായി അലറി വിളിച്ചു, ഓരോ നിമിഷവും സ്വയം എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിച്ചുകൊണ്ട്. അങ്ങനെ നേരം വെളുത്തു. അതുവഴി വന്ന നാട്ടുകാരാരൊക്കെയോ ചേർന്ന് രക്തത്തിൽ കുളിച്ചു കിടന്ന അരുണിമയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, ബറേലി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ. അപ്പോഴേക്കും അപകടം നടന്നിട്ട് 7 മണിക്കൂറിലധികമായിട്ടുണ്ട്. ധാരാളം രക്തം നഷ്ടപ്പെട്ടിരിക്കുന്നു. തുടർച്ചയായി ഉച്ചത്തിൽ കരഞ്ഞു കരഞ്ഞ് അരുണിമയ്ക്ക് കണ്ണു തുറക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. അപ്പോഴേക്കും അരുണിമയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ആശുപത്രിയിലെ അവസ്ഥയാണെങ്കിൽ അതിലും കഷ്ടമാണ്. ജില്ലാ ആശുപത്രിയാണെങ്കിലും ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ട അനസ്തീഷ്യയോ ബ്ലഡോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എങ്ങനെ ചികിത്സ തുടങ്ങും? ഡോക്ടർമാരും നഴ്സുമാരും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് പകുതി ബോധത്തിലാണെങ്കിലും അരുണിമ കേട്ടുകൊണ്ട് കിടക്കുകയാണ്. എല്ലാം മനസ്സിലാവുന്നുണ്ട്. നമുക്കറിയാം ശസ്ത്രക്രിയകളിൽ അനസ്തീഷ്യ എന്തിനാണെന്നും. വേദന അറിയാതിരിക്കാൻ നമ്മുടെ ബോധം കെടുത്തുകയോ അല്ലെങ്കിൽ എവിടെയാണോ സർജറി ചെയ്യുന്നത് ആ ഭാഗം മരവിപ്പിക്കുകയോ ചെയ്തിട്ടാണ് സർജറി ചെയ്യുക. അതിനുള്ള സൗകര്യമാണ് ആ ആശുപത്രിയിൽ ഇല്ല എന്ന് പറയുന്നത്. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ അരുണിമ ഡോക്ടർമാരോട് പറഞ്ഞു, സാർ, എൻ്റെ കാല് മുഴുവൻ തകർന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും നേരം ട്രാക്കിൽ ഈ വേദന തിന്ന് കിടക്കുകയായിരുന്നു. എത്ര വേദന ഞാൻ ഇതിനുള്ളിൽ അനുഭവിച്ചു എന്ന് എനിക്കേ അറിയുള്ളൂ. എൻ്റെ നല്ലതിന് വേണ്ടിയാണെങ്കിൽ അനസ്തേഷ്യ ഇല്ലാതെ തന്നെ എൻ്റെ കാല് മുറിച്ചു മാറ്റൂ, എൻ്റെ ജീവൻ രക്ഷിക്കൂ, വേദന ഞാൻ സഹിച്ചോളാമെന്ന്. ഒരു കായിക താരമാണ് പറയുന്നത് എൻ്റെ കാല് മുറിച്ചു മാറ്റിക്കോളൂ എന്ന്. വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള, ഒരുപാട് വർഷങ്ങൾ ജീവിതം ബാക്കിയുള്ള ഒരാൾ. സ്വപ്നം കണ്ട ജീവിതം, ജോലി, ഭാവി ഇതൊക്കെയാണ് ഇല്ലാതെയാവാൻ പോകുന്നത്. ഇത് കേട്ട് ഡോക്ടർമാർ ഞെട്ടി. അവർ ഈ പെൺകുട്ടിയുടെ മനോധൈര്യം കണ്ട് അത്ഭുതപ്പെട്ടു. അവരൊത്തുകൂടി. എന്നിട്ട് സർജറി നടത്താൻ തീരുമാനിച്ചു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഫാർമസിസ്റ്റുകളും ഒക്കെ ആരുടെയൊക്കെയാണോ രക്തം ചേരുന്നത് അവരൊക്കെ ഓരോ യൂണിറ്റ് ബ്ലഡ് അരുണിമയ്ക്ക് കൊടുത്തു. എന്നിട്ട് അനസ്തീഷ്യ ഇല്ലാതെ അരുണിമയുടെ കാല് മുറിച്ചു മാറ്റി. ഒരു ചെറിയ വേദന വരുമ്പോൾ, കയ്യോ കാലോ ഒന്ന് ചെറുതായിട്ട് മുറിയുമ്പോൾ ഒക്കെ നമുക്കുണ്ടാകുന്ന വേദന എത്രമാത്രമാണല്ലേ. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തളർന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോഴാണ് മരവിപ്പിക്കാതെ, ബോധം കെടുത്താതെ, പ്രാചീന കാലത്തെ പോലെ ഒരു ശസ്ത്രക്രിയ 2011, അതും ഒരു മേജർ സർജറി. അത്ഭുതകരമായിട്ട് അരുണിമ രക്ഷപ്പെട്ടു. സർജറി ഒരു വിജയമായിരുന്നു. പതിയെ ഈ വിവരം പുറത്തറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് ഒരു നാഷണൽ താരമായതുകൊണ്ട് അത്യാവശ്യം മാധ്യമ ശ്രദ്ധ ഈ വിഷയത്തിലുണ്ടായി. തുടക്കത്തിൽ 25,000 രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച സ്പോർട്സ് മിനിസ്ട്രി പിന്നീട് ആ തുക 2 ലക്ഷമായിട്ട് ഉയർത്തി. അതുകൂടാതെ CASFൽ ഒരു ജോലിയും ഓഫർ ചെയ്തു. അപകടം നടന്ന ഒരാഴ്ചയായപ്പോൾ തുടർ ചികിത്സകൾക്കായിട്ട് അരുണിമയെ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്ക് മാറ്റി. അപകടം നടന്ന ഏകദേശം ഒരു 20-25 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം പേപ്പർ വായിച്ച അരുണിമ ഞെട്ടിപ്പോയി. അരുണിമ ടിക്കറ്റ് ഇല്ലാതെയാണ് യാത്ര ചെയ്തിരുന്നതെന്നും TTയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിക്കുന്നതിനിടെ ട്രാക്കിൽ വീണതാണ് എന്നുമായിരുന്നു പോലീസിൻ്റെ ഭാഷ്യം. എന്നാൽ അരുണിമ ടിക്കറ്റ് വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസിൻ്റെ ആ കഥ പൊളിഞ്ഞു. അപ്പോൾ അടുത്ത കഥ വന്നു. അരുണിമ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്നായിരുന്നു പുതിയ കഥ. കടുത്ത ദുഃഖത്തിലും ദേഷ്യത്തിലും അന്ന് അരുണിമ ഒരു തീരുമാനമെടുത്തു. ഇന്നൊരു പക്ഷേ നിങ്ങളുടെ ദിവസമായിരിക്കാം, എന്നാൽ എൻ്റേതായ ഒരു ദിവസം വരും എന്ന്. നിയമപരമായിട്ട് ഇതിനെ നേരിട്ട അരുണിമ ഒടുവിൽ വിജയം കണ്ടു. ഹൈക്കോടതി ഇന്ത്യൻ റെയിൽവേ 5 ലക്ഷം രൂപ അരുണിമയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് വിധിച്ചു. 4 മാസത്തോളം അരുണിമ ഡൽഹിയിൽ ആശുപത്രിയിൽ കഴിഞ്ഞു.
മുന്നിൽ 2 വഴികളുണ്ട്. ഒന്ന് സാധാരണ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു വഴി, എല്ലാം വിധിയാണെന്ന് കരുതി ജീവിക്കുക, സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് തികച്ചും സാധാരണ എന്ന് പറയാവുന്ന ഒരു ജീവിതം, ആനുകൂല്യമായിട്ട് കിട്ടിയ സർക്കാർ ജോലിയിൽ ഒരു ജീവിതം, അല്ലെങ്കിൽ തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പൊരുതി നേടുക. ഒട്ടും എളുപ്പമല്ലാത്ത വഴി. ഇത് കേൾക്കുന്ന, അറിയുന്ന ആരും നിരുത്സാഹപ്പെടുത്തുന്നൊരു വഴിയാണ്. ആ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് അരുണിമ ഒരു തീരുമാനമെടുത്തു. ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഗെയിം തന്നെ തിരഞ്ഞെടുക്കാൻ. വോളിബോൾ കളിക്കാൻ എളുപ്പമാണ്, സ്വന്തം കഴിവെന്താണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം എന്നാണ് അരുണിമ തീരുമാനിച്ചത്. തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടാൻ. ക്യാൻസറിനെ അതിജീവിച്ച് മടങ്ങിയെത്തിയ യുവരാജ് സിംഗിൻ്റെയൊക്കെ ജീവിതം ഈ തീരുമാനത്തിന് അരുണിമയ്ക്ക് പ്രചോദനമായി. മൗണ്ട് എവറസ്റ്റ് കീഴടക്കുക, അതായിരുന്നു അരുണിമ തനിക്കായി തിരഞ്ഞെടുത്ത പുതിയ ഗെയിം. ആര് കേട്ടാലും നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു പോകുന്ന അത്ര വൈൽഡായ ഒരു തീരുമാനം. ആശുപത്രിയിൽ നിന്ന് ഒരു പ്രോസ്തറ്റിക് ലെഗുമായിട്ട് അരുണിമ നേരെ പോയത് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നിലേക്കാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയായ ബച്ചന്ദ്രി പാലിനെ അരുണിമ ഇടയ്ക്ക് പോയി കണ്ടു. അരുണിമയുടെ കഥ അറിഞ്ഞപ്പോൾ, ഈ തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നിൻ്റെ ഈ സാഹചര്യത്തിൽ നീ എവറസ്റ്റ് കീഴടക്കാൻ തീരുമാനിച്ചല്ലോ. മനസ്സിൽ നീ എവറസ്റ്റ് കയറിക്കഴിഞ്ഞു, എവറസ്റ്റ് കീഴടക്കി കഴിഞ്ഞു. ഇനിയുള്ളത് അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് എന്നാണ്. അടുത്ത 2 വർഷം അതികഠിനമായ പരിശീലനത്തിൻ്റേതായിരുന്നു. ഒരു ദിവസം പോലും മിസ്സാവാതെ, ഞായറാഴ്ചകൾ പോലും ഒഴിവാക്കാതെയുള്ളൊരു പരിശീലനം. ഇതിൻ്റെ ഭാഗമായിട്ട് 6000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഐലൻഡ് പീക്കും മൗണ്ട് ചേസർ സാങ്ക്രിയയും അരുണിമ കീഴടക്കി. 2 വർഷത്തിൽ എവറസ്റ്റ് എക്സ്പെഡിഷന് അരുണിമ തയ്യാറായി. ഷെർപ്പ നീമ കാഞ്ചിയുടെ കീഴിൽ എവറസ്റ്റ് കയറുന്ന ആളുകൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന, അവരുടെ കൂടെ മല കയറുന്ന, അവരെ സഹായിക്കുന്ന ടിബറ്റൻ, നേപ്പാളി വേരുകളുള്ള ആൾക്കാരാണ് ഷെർപ്പകൾ. ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയത് ടെൻസിങ്ങും ഹിലാരിയും ആണെന്ന് നമുക്കറിയാം. ഇതിൽ ടെൻസിങ് ഒരു ഷെർപ്പയായിരുന്നു. അങ്ങനെ എക്സ്പെഡിഷൻ തുടങ്ങുന്ന ദിവസമായി. റോഡിൽ നിന്ന് ബേസ് ക്യാമ്പ് വരെയുള്ള ദൂരം, മറ്റുള്ളവർ 2-3 മിനിറ്റ് കൊണ്ട് നടന്നെത്തുന്ന ദൂരം, അത് താണ്ടാൻ അരുണിമ എടുത്തത് 3 മണിക്കൂറാണ്. കാലിലെ മുറിവുകൾ പൂർണ്ണമായിട്ടും ഭേദമായിട്ടുണ്ടായിരുന്നില്ല. വലത്ത് കാലിൽ ഒടിവ് ഭേദമാവാൻ കമ്പിയിട്ടിരിക്കുകയാണ്. അരുണിമയുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ ആദ്യം ഷെർപ്പ കൂടെ വരാൻ തയ്യാറായില്ല. ഒരു വിധത്തിലാണ് ഷെർപ്പയെ അരുണിമ കൺവിൻസ് ചെയ്തത്. ക്യാമ്പ് 3 വരെ എക്സ്പെഡിഷൻ വലിയ കുഴപ്പമില്ലാതെ പോയി. മിക്കപ്പോഴും മുകളിലേക്ക് കയറുന്നത് രാത്രിയിലാണ്, കാലാവസ്ഥ നല്ലതായിരിക്കുന്ന സമയം നോക്കിയിട്ട്. സൗത്ത് കോൾ എന്ന് പറയുന്ന ക്യാമ്പിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ എങ്ങോട്ടൊക്കെ ഹെഡ്ലൈറ്റ് തിരിച്ചാലും അവിടെയെല്ലാം മൃതശരീരങ്ങളാണ് അരുണിമ കണ്ടത്. ഹിലരി സ്റ്റെപ്പ് എന്ന സ്ഥലം എത്തിയപ്പോൾ അരുണിമയുടെ ഷെർപ്പ പറഞ്ഞു, ഇനി നമുക്ക് മുമ്പോട്ട് പോകാനാവില്ല, നിൻ്റെ ഓക്സിജൻ തീരാറായിട്ടുണ്ട്, നമുക്ക് തിരിച്ചു പോകാമെന്ന്. ഈ ഹിലാരി സ്റ്റെപ്പിൽ നിന്ന് അല്പം കൂടി മുകളിലേക്ക് കയറിയാൽ എവറസ്റ്റിൻ്റെ മുകളിലെത്തും. എന്തു തന്നെ സംഭവിച്ചാലും മുന്നോട്ട് തന്നെ പോകാനായിരുന്നു അരുണിമയുടെ തീരുമാനം. അതിന് മരിക്കേണ്ടി വന്നാലും അത് എവറസ്റ്റ് കീഴടക്കിയ ഒരാളായിട്ട് വേണം എന്ന്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് അവർ എവറസ്റ്റിൻ്റെ മുകളിലെത്തി. 2013 മെയ് 21 52 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ആദ്യമായി എവറസ്റ്റ് കീഴടക്കുന്ന ഫീമെയിൽ ആംപ്യൂട്ടിയായി അരുണിമ അവിടെ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഹോയിസ്റ്റ് ചെയ്തു. ഒരു ചെറിയ കടലാസിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടൊരു കുറിപ്പ് എഴുതി ഒരു തുണിയിൽ പൊതിഞ്ഞ് അതവിടെ വെച്ചു. ശേഷം അത് മഞ്ഞുകൊണ്ട് മൂടി. അതിനുശേഷം ഒരു ചെറിയ വീഡിയോ എടുത്തു. ലോകത്തോട് തനിക്ക് പറയാനുള്ളത് ഉറക്കെ പറഞ്ഞുകൊണ്ട്. आज मेरे लाइफ का सबसे बड़ा सपना पूरा हुआ और मैं टॉप ऑफ द वर्ल्ड पे हूँ और बहुत खुश हूँ और सबको
सबको ये मोटिवेशन देना चाहती हूँ कि हर आदमी अगर अपने लक्ष्य को बनाए तो वो कभी नहीं हार माने और वो अपने टॉप को, अपने लक्ष्य को जरूर पाएगा। इसलिए जैसे मैं ऐसी हालात में होने के बाद भी मैं आज यहाँ हूँ। തിരിച്ചിറങ്ങുമ്പോൾ അരുണിമയുടെ ഓക്സിജൻ മുഴുവനായിട്ട് തീർന്നു. ശ്വാസം കിട്ടാതെ താഴെ വീണ് കിടക്കുമ്പോൾ അരുണിമ ഷെർപ്പയോട് പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ സർവൈവ് ചെയ്തില്ലെങ്കിൽ എൻ്റെ വീഡിയോ ഇന്ത്യയിലെത്തുന്നുവെന്ന് ഉറപ്പുവരുത്തണം. എൻ്റെ ജീവിതം ഗീവപ്പ് ചെയ്യുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവണമെന്ന്. ഈ സമയത്ത് കാലാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുവരെ കയറിയൊരു ബ്രിട്ടീഷ് ക്ലൈംബർക്ക് മോശം കാലാവസ്ഥയിൽ മുന്നോട്ട് പോകാനാവാതെ അയാൾ തിരിച്ചിറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഭാരം ഒഴിവാക്കാൻ വേണ്ടി അയാൾ ഉപേക്ഷിച്ച ഒരു ഓക്സിജൻ സിലിണ്ടർ അരുണിമയ്ക്ക് ലഭിക്കുന്നു. അരുണിമയുടെ ഷെർപ്പ അരുണിമയോട് പറഞ്ഞു, നീ വളരെ ലക്കിയാണ്. കാരണം ലോകത്ത് ഒരിക്കലും ഓക്സിജൻ ലഭിക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് നിനക്കിതാ ഓക്സിജൻ ലഭിച്ചിരിക്കുന്നു. തിരികെ എത്തിയ അരുണിമ തനിക്കായി അടുത്ത ഗെയിം തിരഞ്ഞെടുത്തു. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ കീഴടക്കുക. 2014 തന്നെ 6 ഭൂഖണ്ഡങ്ങളിലെയും കൊടുമുടികൾ അരുണിമ കീഴടക്കി. 2019 അന്റാർട്ടിക്കയിലെ കൊടുമുടിയും. 2015 രാജ്യം അരുണിമയെ പത്മശ്രീ നൽകി ആദരിച്ചു. ഇന്ന് അരുണിമ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലയിലും പ്രശസ്തയാണ്. തന്നെ പോലെയുള്ള ഒരുപാട് അരുണിമമാരെ സഹായിക്കുക എന്നത് തൻ്റെ കടമയാണെന്ന് അവർ തിരിച്ചറിയുന്നു. അതിനായിട്ട് പബ്ലിക് സ്പീക്കിങ്ങിലൂടെയും അവാർഡുകളായും മറ്റും ലഭിച്ച തുക സമാഹരിച്ച് ലക്നൌവിനടുത്ത് 20 ഏക്കർ സ്ഥലം വാങ്ങി പാവപ്പെട്ടവർക്കും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയവർക്കും പരിശീലനം കൊടുക്കുന്ന ഒരു സ്പോർട്സ് അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്. ഷഹീദ് ചന്ദ്രശേഖർ വികലാംഗ് ഖേൽ അക്കാഡമി എന്ന പേരിൽ. 2014 അരുണിമ തൻ്റെ ആത്മകഥ എഴുതി, ബോൺ അഗെയിൻ ഓൺ ദ മൗണ്ടൻ, തൻ്റെ 25ാമത്തെ വയസ്സിൽ. 4 വർഷം മുമ്പ് 2018 അരുണിമ ഗൗരവ് സിംഗ് എന്ന് പറഞ്ഞ ഒരാളെ വിവാഹം കഴിച്ചു കുടുംബജീവിതത്തിലേക്ക് കടന്നു. അരുണിമ നമുക്കെല്ലാം ഒരു പ്രകാശമാണ്. ഒരു സ്ത്രീ എന്ന നിലയിലും, ഒരു ഇന്ത്യൻ എന്ന നിലയിലും, ഒരു പോരാളി എന്ന നിലയിലും, ഒരു വ്യക്തി എന്ന നിലയിലും എല്ലാം. അരുണിമയുടേതായിട്ട് ഒരുപാട് കോട്ട്സ് ഉണ്ട്. മേക്ക് യുവർ വീക്ക്നെസ് യുവർ സ്ട്രെങ്ത്. നെവർ ഗീവ് അപ്പ്. എവറിത്തിങ് ഈസ് ഇൻ അവർ മൈൻഡ്. The harder you work, the luckier you get. Luck comes to people who are determined to win. Be your own motivation. Take risk in life. പലപ്പോഴും ചോദിക്കും, why take risk എന്ന്. അതിനുള്ള അരുണിമയുടെ ഉത്തരം, the biggest risk is not taking a risk എന്നുള്ളതാണ്. അതുപോലെ don't settle, make new goals. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പലപ്പോഴായി അരുണിമ പറഞ്ഞ ഈ വാക്കുകൾ നമുക്ക് ഊർജ്ജമാവട്ടെ. എല്ലാവർക്കും ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഈ എപ്പിസോഡ് കരുത്ത് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീക്ക്ലി മ്യൂസിങ്സിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കാൻ മടിക്കില്ലല്ലോ. വീക്ക്ലി മ്യൂസിങ്സിൻ്റെ പുതിയ എപ്പിസോഡുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങൾ എവിടെയാണോ എന്നെ കേൾക്കുന്നത് അവിടെ എന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായി കേട്ടുമുട്ടാം. അതുവരെ ബൈ.